ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേത് സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ആലുവ അത് നമുക്കൊരു വികാരമാണ് എന്ന് പറയാം. ചില സ്ഥലനാമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗുരുവിൻ്റെ സമാധി സ്ഥാനം വർക്കലയിലാണെങ്കിലും ശിവഗിരി എന്ന നാമധേയത്തിൽ ആ പ്രത്യേക ഭാഗം വർക്കലയേക്കാൾ പ്രസിദ്ധമായിരിക്കുന്നു. എന്നാൽ ആലുവായ്ക്ക് അങ്ങനെ ഒരു സവിശേഷതയില്ല. എന്നാൽ ആലുവ എന്ന് പറയുമ്പോൾ അതിനൊരു പൂർണ്ണത വരണമെങ്കിൽ അദ്വൈതാശ്രമം എന്നുകൂടി ചേർത്ത് പറയേണ്ടി വരും നമുക്ക്. ഗുരുവിനെ ഏറെ ഇഷ്ടപ്പെട്ട ഭൂഭാഗം, ചിലരെങ്കിലും കരുതുന്നത് പോലെ ശിവഗിരി ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു തേടി കണ്ടെത്തിയ സ്ഥലമല്ല ആലുവ. അതിനു എത്രയോ കാലം മുമ്പേ ഗുരു അവിടവുമായി ബന്ധപ്പെട്ടിരുന്നു. ആരാലും അറിയപ്പെടാതെ അവിടങ്ങളിലൊക്കെ പാർത്തിരുന്നു. ഒരിക്കൽ ചൂർണിക നദി ആലുവ പുഴ രണ്ടായി തിരിയുന്ന ആ സ്ഥാനത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസിദ്ധമായ മണപ്പുറത്തിന് തെക്കുവശത്തായി കാണുന്ന ആ ഭാഗത്തേക്ക് അവിടുന്ന് ഏറെ നേരം നോക്കി നിന്നത്രേ. അവിടുന്ന് പലതും വിചാരം ചെയ്യുന്നുണ്ടായിരുന്നു. ചിന്തയിൽ നിന്നുണർന്ന ഗുരു സമീപത്ത് സ്നാനം ചെയ്തുകൊണ്ടിരുന്ന പരിചയക്കാരനോട് മുഴിഞ്ഞത് അവിടം ഒരു ആശ്രമത്തിന് പറ്റിയ സ്ഥലമാണ് എന്നാണ്. ഇതിനും ഒരു വാഴവട്ട കാലത്തിന് ശേഷമാണ് ആശ്രമ സ്ഥാപനത്തിനായി അവിടുന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. അത്രയും പഴക്കമുണ്ട്.
1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അരുവിപ്പുറത്ത് രൂപം കൊള്ളുന്നു. അതിനെ തുടർന്ന് ഗുരുദേവനൊരു യാത്ര പുറപ്പെടുകയാണ്. അത് വടക്കോട്ടായിരുന്നു. പെരിങ്ങോട്ടുകര, മൂത്തകുന്നം, ചെറായി ഭാഗങ്ങളൊക്കെ സന്ദർശിച്ച് ആലപ്പുഴ വഴിയാണ് തിരിച്ചു വരുന്നത്. ആ യാത്രയിലും ആലുവ അവിടുന്ന് സന്ദർശിച്ചു. ആലുവയിൽ പ്രത്യേക പ്രവൃത്തികളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ എന്തോ ഒരാകർഷണീയത ഗുരുവിന് നേരത്തെ തന്നെ തോന്നിയിരുന്നു. അദ്വൈതാശ്രമത്തിന്റെ സമീപത്താണ് തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ ആ രാജകുടുംബത്തിന്റെ ഒരു വിശ്രമ സങ്കേതമുള്ളത്. അതുകൊണ്ട് തന്നെ പാലസ് റോഡെന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഒഴിവുവേളകളിൽ വിനോദാർത്ഥവും അതുപോലെ വിശ്രമാർത്ഥവും മഹാരാജാവും റാണിയുമൊക്കെ വന്ന് താമസിക്കുന്ന ആ സ്ഥലത്ത് സ്വാഭാവികമായും അതിൻ്റെതായ നിയന്ത്രണങ്ങളും സുരക്ഷയും ഉണ്ടാവും. ഈ പാലസിന് സമീപം തന്നെയാണ്, തൊട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ, അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവിൻ്റെ പ്രവർത്തന രംഗം ആലുവയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ കുമാരനാശാൻ ആദ്യം വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലം പാലസിനോട് ചേർന്ന് കിടന്നതായിരുന്നു. പിന്നീടാണ് അവിടുത്തെ അസൗകര്യങ്ങൾ ബോധ്യപ്പെടുന്നതും അത് വേണ്ടെന്ന് വെച്ച് മറ്റൊരു സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതും. ആശാനും പ്രിയപ്പെട്ട ഭൂമിയായി ആലുവ മാറുകയുണ്ടായി. ഡോക്ടർ പൽപ്പോ റിട്ടയർമെന്റിന് ശേഷം ആദ്യം കൊച്ചിയിലാണ് വന്ന് താമസിച്ചതെന്നറിയാം. 2-3 സ്ഥാനങ്ങൾ അദ്ദേഹം മാറുകയുണ്ടായി. ആ കൂട്ടത്തിൽ ആലുവയും അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നു. ആലുവയിലും അദ്ദേഹം കുറെ നാൾ പാർക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയത്. ആലുവയ്ക്കും പൗരാണികമായ ചില സങ്കല്പങ്ങൾ ഇല്ലാതില്ല. ഏകാഭിപ്രായമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല കാഴ്ചപ്പാടുകളുണ്ട്, സിദ്ധാന്തങ്ങളുണ്ട്. പ്രസിദ്ധമായ അവിടുത്തെ മണപ്പുറം, അവിടെയാണ് ധാരാളം ആളുകൾ ബലിതർപ്പണത്തിനായി വന്നുകൂടുന്നത്. അവിടെ ശിവനൊരു സ്ഥാനമുണ്ട്. അവിടെ ശിവന്റെ യഥാർത്ഥ സ്ഥാനം മൂടപ്പെട്ട് കിടക്കും എന്നാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. മനുഷ്യന്റെ സൗകര്യാർത്ഥം പ്രതിഷ്ഠ കരയോട്ട് മാറ്റി ചെയ്തതാണത്രേ.
പാലാഴി മഥനകാലത്ത് വാസുകി ഛർദിച്ച കാളകൂടം, അതിന് ഹലാഹലം എന്നുകൂടി പറയും. അത് ലോകരക്ഷണാർത്ഥം ശിവൻ വായിലേക്ക് ഉൾക്കൊണ്ടത് അവിടെ വെച്ചാണ് അത്രേ. ഹലാഹലം വായിൽ കൊണ്ടതുകൊണ്ട് അത് ആലുവ ആയി തീർന്നു എന്ന് ഒരു കാഴ്ചപ്പാടുണ്ട്. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാൽവൃക്ഷമുണ്ടത്രേ. ആ മണപ്പുറത്ത് അതിവിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ആൽ, അതൊരടയാളമായിരുന്നു കാലങ്ങളോളം. അതാണ് ജലയാത്രയിൽ ഒരടയാളമായി കണ്ടിരുന്നത്. ആലുവ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് കടക്കുന്ന വായ് അഥവാ കവാടം, ആല് പ്രവേശന ദ്വാരമായി, വായായി സങ്കല്പിച്ച്, അങ്ങനെയാണ് അത്ര ആലുവ എന്ന് പേര് വന്നത്. പിന്നെ കേൾക്കുന്ന ഒരു കാര്യം, ഒരു കാലം ബുദ്ധമത പ്രഭാവത്തിന്റെ ഒരു കാലം. അക്കാലത്ത് ബുദ്ധഭിക്ഷുക്കളും അസംഖ്യം ബുദ്ധഭിക്ഷുക്കൾ ഒന്നിച്ചു കൂടുന്ന ഒരു വലിയൊരു കൂട്ടം വർഷം തോറും അവർ കൂടി വന്നിരുന്നു ഈ മണപ്പുറത്ത്. അപ്പൊ അവരുടെ ഒരു കൺവെൻഷൻ തന്നെയായിരുന്നു അത്. ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്യുവാൻ ആര്യമതങ്ങൾ ചെയ്ത ക്രൂര പ്രവൃത്തികളെക്കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ക്രൂരമായ ഒരു പ്രവൃത്തി നടന്നു. അവിടെ ഈ ബുദ്ധമതക്കാരുടെ ആ കൂട്ടത്തെ ആക്രമിക്കുകയും അവരിലെ പ്രധാനികളെ തല വെട്ടി അവരുടെ തല ഈ ശൂലത്തിൽ കുത്തി നാട്ടുകയും ചെയ്തത്രേ. ബുദ്ധമതത്തെ ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇതായിരിക്കും ഗതി എന്ന ഒരു സൂചനയായിരുന്നു അത്. പാലമെന്ന് പറഞ്ഞാൽ ശൂലമെന്നൊരു സങ്കല്പവും പറയുന്നു. ആ ആലം ഇങ്ങനെ നാട്ടി നിർത്തിയ സ്ഥലം, അത് ആലുവ ആയി തീർന്നു എന്നൊരു സിദ്ധാന്തവും ഉണ്ട്. വൈദിഹ്യങ്ങളിൽ കൂടുതലും പതിരായിരിക്കും. പക്ഷേ ചെറിയ തോതിൽ അതിനകത്ത് കതിരും ഇല്ലാതില്ല. ഗുരുദേവൻ ഈ പൗരാണികതയൊന്നും പരിഗണിച്ചുകൊണ്ടായിരിക്കില്ല ആലുവ തിരഞ്ഞെടുത്തത്. അത് അവിടുത്തെ ആകർഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊരു പ്രത്യേക കാരണം നമ്മൾ തേടേണ്ടതില്ല. അവിടുത്തെ ശ്രദ്ധ പതിഞ്ഞ സ്ഥലം എന്ന് മാത്രമോ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും തലസ്ഥാനമായി അവിടുന്ന് ഒരു കാലത്ത് വിഭാവനം ചെയ്ത സ്ഥലം.
അരുവിപ്പുറത്ത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചതുപോലെ അദ്വൈതാശ്രമ സ്ഥാപന കാലത്ത് 1914 ഒരു ശ്രീനാരായണ മിഷൻ സ്ഥാപിതമാകുന്നുണ്ട്. ഗുരുവിനെ പരമാധ്യക്ഷനാക്കി സ്ഥിരം അധ്യക്ഷനാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അതിൻ്റെ രൂപീകരണം. അപ്പൊ അത് സന്യസ്ത ശിഷ്യന്മാരെ ഉദ്ദേശിച്ചായിരുന്നില്ല. ശ്രീനാരായണ മിഷന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എത്ര അതിവിശാലമായ ലക്ഷ്യങ്ങളായിരുന്നു അതിന് ഉണ്ടായിരുന്നതെന്ന് അതിൻ്റെ നിബന്ധനകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുമാത്രമല്ല, ചൈതന്യ സ്വാമികൾക്ക് അതിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നതിന് വേണ്ടി എഴുതിയ മുക്തിയാർ, അവിടുത്തെ ആ പ്രവർത്തനങ്ങളെ എത്ര വിശാലമായ സങ്കല്പത്തോടെയാണ് ഗുരുദേവൻ വിഭാവനം ചെയ്തിരുന്നത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ ആസ്ഥാന കേന്ദ്രം ആയി സങ്കല്പിച്ചുകൊണ്ടാണ് ആലുവയിൽ അവിടുന്ന് പ്രവർത്തനം തുടങ്ങുന്നത്. 1906 ഗുരുദേവന്റെ ആദ്യത്തെ മലബാർ യാത്ര കൂട്ടിക്കൊണ്ടു പോകുവാൻ ശിവഗിരിയിൽ ആളെത്തുന്നു. നിർബന്ധത്തിന് അവിടുത്തേക്ക് വഴങ്ങേണ്ടി വരുന്നു. പുറപ്പെടാൻ നേരവും അവിടുന്ന് ഒരു മടി പ്രകടിപ്പിക്കുകയുണ്ടായി. നിർബന്ധമേറിയപ്പോൾ അവിടുന്ന് പുറപ്പെടുക തന്നെയായിരുന്നു. അങ്ങനെ വരുമ്പോൾ വഴിക്ക് തങ്ങിയ ഒരു സ്ഥലം അത് ആലുവയായിരുന്നു. അവിടെ ഒരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള ഒരു സേട്ടിന്റെ വകയായിരുന്നു അത്രേ അത്. ഒഴിഞ്ഞു കിടന്ന ആ കെട്ടിടമാണ് ഗുരുവിനെന്ന് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്നത്. അന്ന് രാത്രി 12 മണിയായി. ഗുരുദേവന് കലശലായ വിഷൂജിക ബാധിക്കുകയാണ്. വയറിളകുന്നു. അതുകൊണ്ട് നിൽക്കുന്നില്ല, കഠിനമായ ഛർദിയും തുടങ്ങി. പാതിരാത്രിക്കാണെങ്കിലും ലഭ്യമായ വൈദ്യ സഹായങ്ങളെല്ലാം തേടി. അവർ ആവുന്നത് പോലെ ശ്രമിക്കുന്നു. നേരം പുലർന്നോ? മാറ്റമൊന്നും കാണുന്നില്ല. ഗുരുവിനെ പരിചരിച്ചിരുന്ന നെയ്യാറ്റിൻകരക്കാരനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു. പുലർച്ചയോടെ അദ്ദേഹത്തിന് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷെ അതത്ര തീവ്രമായിരുന്നില്ല. ആശങ്കയേറിത്തുടങ്ങി. ഏതാണ്ട് ഒരു പകൽ 12 മണിയായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തന്നെ എല്ലാവർക്കും തോന്നുകയാണ്.
അതുപോലെ എത്തി ഗുരുദേവന്റെ അവസ്ഥ. കുമാരനാശാൻ രേഖപ്പെടുത്തുന്നത് ശ്വാസം നിലച്ചു, ശരീരമാകെ തണുത്തും മരവിച്ചു എന്ന് പറയുമ്പോൾ ശരീരം മരവിക്കണമെങ്കിൽ, തണുത്ത് മരവിക്കണമെങ്കിൽ, ശ്വാസം നിലയ്ക്കണമെങ്കിൽ അത് ഏതവസ്ഥയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ്. അങ്ങനെ ഒരവസ്ഥയിൽ പരിചരിച്ചു നിന്ന, ഗുരുദേവനെ അനുയാത്ര ചെയ്തിരുന്ന ആ ശിഷ്യ സംഘങ്ങളുടെ മാനസികാവസ്ഥ പറയാൻ പറ്റില്ല. അവിടെ സംഭവിക്കുന്ന ഒരു അത്ഭുതം അത്ര തീവ്രമൊന്നുമല്ലായിരുന്നെങ്കിലും വിഷൂചിക ബാധിച്ച ആ ശിഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. പരിശോധിച്ചിരുന്ന വൈദ്യന്മാരും ഇംഗ്ലീഷ് ചികിത്സകരുമൊക്കെ വിധി എഴുതിയത് അയാളുടെ കാര്യം സാരമില്ല, സ്വാമിയുടെ കാര്യം അതവർക്ക് മുഴുമിപ്പിക്കാനാകുമായിരുന്നില്ല. സാരമില്ല എന്ന് കരുതിയ ആ ശിഷ്യൻ ഇതാ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഗുരുദേവനൊന്നും സംഭവിക്കുന്നില്ല. ചികിത്സയ്ക്ക് കുറവ് വരുത്തുന്നില്ല, പരിചരണത്തിന് കുറവ് വരുത്തുന്നില്ല. സമയം പോകെ പോകെ ഇതാ മാറ്റം കണ്ടു തുടങ്ങി. ശരീരത്തിലെ മരവിപ്പ് മാറുന്നു, ശരീരത്തിന് ചൂട് തിരികെ കിട്ടുന്നു. ഏതാണ്ട് ഒരു 3-4 ദിവസത്തെ വിശ്രമം കൂടി വേണ്ടി വന്നു ഗുരുദേവനെ എഴുന്നേറ്റ് നടക്കാൻ. അങ്ങനെയൊരു സംഭവം ഇതിനിടയ്ക്കുണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് കൂടുതൽ പരിചരണത്തിനും ചികിത്സയ്ക്കുമായിട്ട് പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർ കൃഷ്ണൻ അന്നുമുണ്ട്. അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷമാണ്, ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് കോഴിക്കോട്ടേക്ക് പോകുന്നതും അവിടെ നിന്ന് ലക്ഷ്യസ്ഥാനമായ തലശ്ശേരിയിലേക്ക് പോകുന്നതും. അപ്പൊ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് ഇതുപോലെ ഒരത്യത്ഭുതം നടന്ന ആ സ്ഥലം, ഗുരുദേവന്റെ ശരീരം തണുത്തു മുരവിച്ച് അന്ത്യമായി എന്ന് തന്നെ എല്ലാവരും കരുതിയ ആ സംഭവം നടന്ന ആ കെട്ടിടം, അത് ഭാവിയിൽ അദ്വൈതാശ്രമമായി തീരുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുരുദേവൻ സ്ഥാപിച്ച സംസ്കൃത പാഠശാല അതിന്നൊരു സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളായി മാറിയിരിക്കുന്നു. ഇപ്പൊ പലരായിട്ടാണ് ആലുവയിലെ സ്ഥലങ്ങൾ വാങ്ങിയത്. പുഴയോട് ചേർന്ന ആ സ്ഥലത്തിന്റെ കാര്യമല്ല ഇപ്പൊ പറഞ്ഞത്. അത് സംസ്കൃത പാഠശാല പ്രവർത്തിച്ച റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുള്ള ആ സ്ഥലമാണ് എന്ന് അറിഞ്ഞിരിക്കുക. അദ്വൈതാശ്രമം നിലകൊള്ളുന്ന
പുഴയോട് ചേർന്ന ഭാഗം അത് വില കൊടുത്ത് തന്നെ വാങ്ങിയതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ 1912 ശാരദാ പ്രതിഷ്ഠ കഴിയുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ കൂടി ഗുരുദേവൻ ശിവഗിരിയിൽ സന്നിധാനം ചെയ്യുന്നു. അതിനോടകം ശാരദാ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച് നടന്ന യോഗവാർഷികത്തിൽ അതുവരെ തന്നിലൂടെ ഉണ്ടാക്കപ്പെട്ട സകല സ്വത്തുക്കളും സ്ഥാപനങ്ങളും അതിൻ്റെ ഭരണ കാര്യങ്ങൾ, അതിൻ്റെ പൂർണ്ണ ചുമതല SNDP യോഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ പുറപ്പെടുകയാണ്. ഇതൊരു ഉപേക്ഷിച്ചു പോകലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. പൂർണ്ണ മനസ്സോടെ ഏൽപ്പിച്ചതാണ്. ഇത് പെട്ടെന്നൊരു നിമിഷത്തിൽ അവിചാരിതമായി ഉണ്ടായ ഒരു തീരുമാനമല്ല. കാലേ കൂട്ടി തന്നെ ഇതിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. ശാരദാ പ്രതിഷ്ഠയ്ക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഗുരുദേവൻ പലർക്കും നൽകിയിരുന്നു. അവിടെ നിന്ന് ഗുരുദേവൻ ഒരു ശിഷ്യനുമായി, ഒരു അനുയായിയുമായി ഇതാ കാർത്തികപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ഒരു ഗൃഹസ്ഥ ശിഷ്യനോട് ഇനി നമുക്കിരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന ആഗ്രഹം അറിയിക്കുന്നു. അതിനോട് സഹകരിക്കുവാൻ അയാൾ തയ്യാറാകുന്നു. അവിടെ ആ ചേർത്തല ഭാഗങ്ങളിൽ അവിടുന്ന് ഏതാനും ഇടങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടങ്ങളിൽ നിന്നെല്ലാം പാത കാണിക്ക ലഭിക്കുന്നു. ഇതെല്ലാം സ്വരൂപിക്കപ്പെടുന്നു. അവിടുന്ന് ആലുവായിലെത്തുന്നു. താൻ മനസ്സിൽ കണ്ട ആ സ്ഥലത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെടുന്നു. അയാളുമായി സംസാരിക്കുമ്പോൾ കരുതി വെച്ചതൊന്നും ഒക്കുന്നില്ല. ഏതാണ്ട് വാക്കുറപ്പിച്ചിട്ട് വീണ്ടും ഗുരുദേവൻ വൈക്കം ഭാഗത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിചാരിതമായ ഒരു സംഭവം ഉണ്ടാകുകയാണ്. അവിടെ ധനികനായ ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു. വമ്പിച്ച ഭൂസ്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു വിൽക്കാനൊരുങ്ങുകയാണ്. അവിടുത്തുകാരനായ ഒരു സ്കൂൾ വാദ്യാർക്ക് ഈ വസ്തു ഒരു പൊതുസ്ഥാപനത്തിന് യോജിച്ചതാണ് എന്ന് തോന്നുകയും ഒന്നും മനസ്സിൽ കണ്ടുകൊണ്ടല്ല, ഇത് വിൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവൂ എന്ന് അയാളോട് ആവശ്യപ്പെടുകയും ഒരു ഉറപ്പ് വാങ്ങുകയും ചെയ്തു. തനിക്കെടുക്കാൻ നിർവാഹമില്ല. പക്ഷെ ആരെടുക്കും, ആരെ കൊണ്ടെടുപ്പിക്കുമെന്നതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ല. ഇതും ഒരു അത്ഭുതമാണ്. ഇയാൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് സ്വാമി തൃപ്പാദങ്ങൾ ഇതാ ആലുവ സംരംഭവുമായി വൈക്കത്തെത്തുന്നു. സ്വാമി തൃപ്പാദങ്ങൾ എത്തി എന്നറിഞ്ഞ്
ഈ വാദ്യാർ തൃപ്പാദങ്ങളെ സമീപിച്ച് ഈ വസ്തുവിൻ്റെ കാര്യം ഉണർത്തിക്കുന്നു. ഗുരുദേവൻ എല്ലാം കേട്ടിരുന്നു. ഈ വാദ്യാരെ നോക്കി ഗുരു ചോദിക്കുകയാണ്, എല്ലാം കേട്ട് കഴിഞ്ഞ് ചോദിക്കുകയാണ്, ഓ, ഉറപ്പ് കൊടുത്തുല്ലേ? അയാൾ തരിച്ചുപോയി. താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇതാ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. താൻ ആ സ്ഥല ഉടമയ്ക്ക് വാക്ക് കൊടുത്തു എന്നത് തൃപ്പാദങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒരു നിമിഷത്തെ അമ്പരപ്പ് മാറി. അയാൾ ഒരു ഭക്തനായിരുന്നത് കൊണ്ട് അയാൾക്ക് മനസ്സിലായി ആ വാക്ക് ഒരു അനുഭാവത്തിന്റെ സൂചനയാണ്. അതിൻ്റെ ധൈര്യത്തിൽ അയാൾ പറഞ്ഞു കേട്ട് വന്ന ഒരു വലിയൊരു സഞ്ചയമുണ്ട് അവിടെ. അവരെയെല്ലാം ആകെ ഒന്ന് വീക്ഷിച്ച് ഏതാണ്ട് വൈക്കം സ്വദേശികളുടെ ഒരു പ്രതിനിധിയായി ഗുരുദേവനോട് അപേക്ഷിക്കുകയാണ്. ആ സ്ഥലം നമുക്ക് പറ്റിയതാണ്, നമുക്കത് വാങ്ങണം സ്വാമി. തൃപ്പാദങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചില്ല. കുറെ മൗനം പാലിച്ചിട്ട് പിന്നീട് മൊഴിഞ്ഞു, നാം ആലുവ കാര്യവുമായി സഞ്ചാരത്തിലാണ്, അതിനുവേണ്ടി കുറെ കരുതിയിട്ടുണ്ട്, അത് തന്നെ തികയാതിരിക്കുന്നു. പിന്നെയും കനത്ത നിശബ്ദത. അപ്പോൾ അയാൾ ധൈര്യം സംഭരിച്ച് പറഞ്ഞു, സ്വാമി, ഉള്ള പണം കൊടുത്ത് നമുക്ക് ആ വസ്തു വാങ്ങാം. ആലുവയിലെ വസ്തു എടുക്കാറാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അതെങ്ങനെയും ഉണ്ടാക്കിത്തരാം. നോക്കണം, ഒരു പരസ്പര വിശ്വാസം. എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയൊരു വാക്ക് കൊടുക്കുന്നത്? പിന്നീട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ടുണ്ടാവണം. ഇതെല്ലാം ഒരു വിധിയാണ്, ഒരു നിശ്ചയമാണ്. തൃപ്പാദങ്ങളുടെ കരുതലിലുണ്ടായിരുന്ന പണം ആ വസ്തുവിന് വില കൊടുക്കാൻ മാത്രമേ തികയുമായിരുന്നുള്ളൂ. ഈ വാദ്യാരും സംഘവും ഉത്സാഹത്തോടെ ഇറങ്ങി തേങ്ങ പിരിച്ചു. ഒരു തേങ്ങാ പിരിവ് നടത്തി. ശേഷം എഴുത്തിനൊക്കെയുള്ള ധനം സംഭരിച്ചത്രേ. തൃപ്പാദങ്ങൾ അവിടെ നിന്ന് മടങ്ങി. വൈക്കത്ത് അവിചാരിതമായി സംഘടിപ്പിച്ച ആ സ്ഥലത്താണ് വെല്ലൂർ മഠം സ്ഥാപിച്ചത്. അതാണ് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി പൂർണ്ണമായി വിട്ടുകൊടുത്തത്. അതുവഴി പിന്നീടത് അന്യാധീനപ്പെട്ടു പോയത്. യഥാർത്ഥത്തിൽ ആലുവയിൽ വസ്തു വാങ്ങുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതാണ് വെല്ലൂർ മഠത്തിനുള്ള ആ സ്ഥലം എന്നറിയുക. അവിടുന്ന് വീണ്ടും ആലുവയിലെത്തി. സഞ്ചാരങ്ങൾ കുറെ ചെയ്യുന്നുണ്ട്, പാദകാണിക്കകളും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിവെച്ച് വരികയാണ്. ആ സമയത്താണ് തൃപ്പാദങ്ങൾ ആലുവയിൽ ഉണ്ടെന്നറിഞ്ഞ് തലശ്ശേരിയിൽ നിന്നൊരു ഭക്തൻ കാണാൻ വരുന്നത്. അദ്ദേഹം
സലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ജ്ഞാനോദയ യോഗക്കാരുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുകയാണ്. അവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു. അവിടുത്തെ തിരുവുത്സവം വരികയാണ്, ഇളനീരഭിഷേകം എന്ന ഒരു പവിത്ര കർമ്മം അവിടെ നടക്കാൻ പോകുന്നു. അതിലേക്ക് തൃപ്പാദങ്ങളെ ക്ഷണിക്കാൻ വരികയാണ്. അദ്ദേഹം വന്നു തൃപ്പാദങ്ങളോട് കാര്യം ഉണർത്തിച്ചു, അപേക്ഷിച്ചു. അപ്പോൾ ഇതുപോലൊരു കാര്യവുമായി ഇരിക്കുന്നു, അങ്ങോട്ട് വരവ് സാധ്യമല്ല എന്ന് ഗുരുദേവൻ അറിയിക്കുന്നു. തൃപ്പാദങ്ങൾ അവിടെ ചെന്നേ തീരൂ എന്ന നിർബന്ധം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി എന്നോണം തൃപ്പാദങ്ങൾ അയാളോട് ആവശ്യപ്പെടുന്നു, നാം വന്നാൽ നടവരവിൻ്റെ ഒരംശം, ഒരു ഭാഗം ആലുവയ്ക്ക് വേണ്ടി തരുമോ? അതിനെപ്പറ്റിയുള്ള ആശയവിനിമയമായി അന്ന് കമ്പി മുഖാന്തരമൊക്കെ ബന്ധപ്പെടാൻ സാഹചര്യമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു കൂടിയാലോചന നടന്നു. തൃപ്പാദങ്ങൾ സങ്കല്പിച്ച പ്രകാരം, പറഞ്ഞ പ്രകാരം അന്നത്തെ നടവരവിൻ്റെ ഒരു ഭാഗം കൊടുക്കാമെന്ന് അവിടെ തീരുമാനമാകുന്നു. അങ്ങനെ തൃപ്പാദങ്ങളെ തലശ്ശേരിക്ക് കൊണ്ടുപോകുന്നു. ഏതാണ്ട് നടവരവിൻ്റെ ഗണ്യമായ ഒരു ഭാഗം തൃപ്പാദങ്ങൾക്ക് പാത കാണിക്കയായി വെക്കുന്നു. അപ്പോഴേക്കും ഏതാണ്ട് ഈ വസ്തുവിന് കൊടുക്കാൻ ആവശ്യമായ ധനം തികഞ്ഞിരുന്നു. അങ്ങനെ തൃപ്പാദങ്ങൾ തന്നെ ദേശം തോറും സഞ്ചരിച്ച് പാത കാണിക്കയിലൂടെ സ്വരൂപിച്ച ധനം കൊണ്ടാണ് ആ ചൂർണിക നദീ തീരത്തെ ആ പുണ്യഭൂമി സ്വായത്തമാക്കിയത്. ഇതിനോടകം മൂത്തകുന്നം, അവിടെ ശങ്കരമംഗല ക്ഷേത്രമുണ്ട്, ഹിന്ദുധർമ്മ പരിപാലന സഭയുണ്ട്. വളരെ പഴക്കമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഗുരുദേവനാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഗുരുവിനോട് അതുപോലെ വിധേയത്വവും ഭക്തിയും അവർക്കുണ്ട്. അവരുടെ കൂടിയാലോചനകൾ ഇതാ അന്ന് ഗുരു വിഷൂജിക ബാധിച്ച് കിടന്ന ആ സ്ഥലം, ആ സേട്ടുവിൻ്റെ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി സമർപ്പിക്കുകയുണ്ടായി. ധനികരായ കുറെ പുണ്യാത്മാക്കളുടെ പേരവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് അതിലേക്ക് കടക്കാം. ഏതായാലും കാലം പോകെ പോകെ ആലുവയിൽ നിന്നും അല്പം മാറി തോട്ടുമുഖം എന്ന സ്ഥലത്ത് വമ്പിച്ച ഒരു ഭൂസ്വത്ത് ഒരാൾ ഗുരുവിന് സമർപ്പിക്കുകയുണ്ടായി. അവിടെയാണ് സഹോദരൻ അയ്യപ്പന്റെയും പാർവതിയമ്മയുടെയും അന്ത്യവിശ്രമസ്ഥാനം. ശ്രീനാരായണഗിരി എന്ന പ്രസിദ്ധമായ സ്ഥാനം. അവിടം ഭാവിയിൽ ഒരു മഹാതീർത്ഥാടന കേന്ദ്രമായി പരിണമിക്കുക തന്നെ ചെയ്യും. എത്രയോ സമയം, എത്രയോ ദിവസങ്ങൾ ഗുരുവിൻ്റെ ഏകാന്ത ധ്യാനം, തപസ് നടന്ന ആ പുണ്യഭൂമി തീർത്ഥാടന കേന്ദ്രമാകാതെ
തരമില്ല. അതിൻ്റെ നല്ല ലക്ഷണങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ആലുവയിലെ സ്ഥലവും ആകെ കൂടി നോക്കുമ്പോൾ ഏതാണ്ട് 48 ഏക്കറിന് മുകളിലുണ്ടായിരുന്നത്രേ. ഗുരുവിന് സമർപ്പിക്കപ്പെട്ട ഭൂമിയുടെ അളവ് പഴയ കാലത്ത് രേഖപ്പെടുത്തി കാണുന്നത് അങ്ങനെയാണ്. അത് 4-5 ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അവിടെ ഒത്തിണങ്ങിയിരുന്നു. ഇതാ ഏതാണ്ട് 1912 ഈ വസ്തു വാങ്ങുന്നത്. 2 വസ്തുക്കളും, സംസ്കൃത പാഠശാല നിൽക്കുന്ന സ്ഥലവും പുഴയുടെ ഓരത്തുള്ള ആ സ്ഥലവും. അവിടുന്ന് സഞ്ചാരം നിർത്തുന്നില്ല. വസ്തു സംഘടിപ്പിച്ചു. ഇനി അതിൽ വേണ്ടുന്നതായ പല പല സംവിധാനങ്ങളും ഒരുക്കണം. ഏതാണ്ട് ആ പുഴയുടെ ഓരം ചേർന്ന് ഒരു ഓല കെട്ടി മറച്ച ഒരു പർണശാലയിലാണത്രേ അവിടുന്ന് ആദ്യം സന്നിധാനം ചെയ്തത്. പിന്നീട് അവിടെ വന്ന ഒരു പുരോഗതി അത് പനമ്പ് തട്ടികൊണ്ടാക്കി മാറ്റി. ഒരു വേള അവിടുന്ന് വർക്കലയ്ക്ക് മടങ്ങി. അതുവഴി അരുവിപ്പുറത്തെത്തുന്നുണ്ട്. താൻ പ്രതിഷ്ഠിച്ച പല ക്ഷേത്രങ്ങളും സന്ദർശിച്ച് അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ പോയ വേളയിലാണ് ഒരു പെരുമഴ വരുന്നത്. അത് 1924 വെള്ളപ്പൊക്കമല്ല, അതിനൊരു 10-11 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ആലുവ പുഴ കരകവിഞ്ഞു. ഈ പർണശാലയെല്ലാം അതിൽ ഒഴുക്കിൽപ്പെട്ട് നശിക്കുകയും ചെയ്തു. ഗുരുദേവൻ മടങ്ങി വരുമ്പോൾ ഇതാണ് അവസ്ഥ. പിന്നീടാണ് അവിടെ നടരാജഗുരുവൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വെള്ള പൂശിയ കൊച്ചു കെട്ടിടം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇന്ന് കാണുന്നതിലും വളരെ ആറ്റിലോട്ടിറങ്ങി. പിന്നീട് അവിടെ വിശാലമായ ബലവത്തായ കെട്ട് വരുമ്പോൾ എത്രയോ ഉള്ളിലേക്കായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. ഗുരുദേവൻ ഒരു മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്നതായി പറയുന്നുണ്ട്. പലരുടെയും സ്മരണകളിൽ മാവിന്റെ ആ ശീതള ഛായയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ഗുരുവിനെ പറ്റി വർണ്ണനകളുണ്ട്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അനുസ്മരിക്കുന്നത് ഗുരുദേവന് തണലേകിയ ആ വൃക്ഷം പരിപാലിക്കാൻ ഭാവിയിൽ സാധിച്ചില്ല. ആ ബലവത്തായ ആ കൽക്കെട്ട് വന്നപ്പോൾ അതിനെ പിഴുതുമാറ്റേണ്ടി വന്നു. അത് മുറിക്കപ്പെട്ടു. അതേ പറ്റുമായിരുന്നുള്ളൂ. അതിൽ നമ്മൾ ഒരു നഷ്ടബോധം തോന്നേണ്ടതില്ല. 1912 ഈ വസ്തു സ്വായത്തമാക്കുന്നു. 1913 ശിവരാത്രി, അന്ന് ഗുരുദേവൻ ഒരു മഹായോഗം അവിടെ വിളിക്കുകയുണ്ടായി. ശിവരാത്രി കാലമായതുകൊണ്ട്
ആലുവ മണപ്പുറം ജനനിബിഡമാകും. അപ്പൊ അവിടെ ആളുകൾ ഇങ്ങനെ പരമ്പരാഗതമായ വിശ്വാസപ്രകാരം പൂർവികർക്ക് ബലിതർപ്പണാദികൾ നിർവഹിക്കുവാൻ വിദൂര ദേശങ്ങളിൽ നിന്ന് വരെ ഒഴുകിയെത്തും. അന്നത്തെ കാലത്ത് പലരും എത്തുന്ന ദീർഘയാത്ര, ദിവസങ്ങൾ എടുത്ത് യാത്ര ചെയ്താണ്. അങ്ങനെയല്ല ഒരു വിശ്വാസം കാലങ്ങളായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വസ്തുതകൾ കാണും, ഒരു കാഴ്ചപ്പാട്. അന്ന് ബൗദ്ധപ്രഭാവകാലത്ത് നടന്ന കൂട്ടക്കൊല അതാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്നാണ്. പൂർവികരായ പലരും അവരുടെ ജീവൻ ഹോമിക്കപ്പെട്ടത് ആ സ്ഥലത്താണല്ലോ. അവരുടെ ദാഹതാപങ്ങൾ ശമിപ്പിക്കുവാനാണ് പിന്തുലമുറക്കാർ ഇതാ ആലുവ മണപ്പുറത്തേക്ക് വരുന്നത് എന്നൊരു കാഴ്ചപ്പാട് കൂടി കാണുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി ഒറ്റയ്ക്കൊക്കെ വരുന്നതും പലപ്പോഴായി പല വഴിക്ക് വന്ന് ആ മണപ്പുറം ആകെ നിറയുന്നതും ഇതാ ആ കുളിർത്ത ജലാശയങ്ങളിൽ അവരെല്ലാം ഇറങ്ങി കുളിക്കുന്നതും, ഇതാ ആദ്യം വന്നവർ, കൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നവർ ഇതാ പയ്യെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നതും, ഇതെല്ലാം ഇക്കരെ ഇരുന്ന് ഗുരു നോക്കി രസിക്കുമായിരുന്നു. ഒരു വേള ഗുരു ഇതെല്ലാം ഉറ്റുനോക്കി ഇരിക്കുമ്പോൾ പരിചര്യ എന്ന ഒരു ശിഷ്യൻ അല്പം മാറി പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സാധിക്കുവാൻ. ഒരു വേള ആ ശിഷ്യനോട് ഗുരു കൽപ്പിച്ചത്രേ, മലവെള്ളം പോലെയാണ് ജനം, മലവെള്ളം പോലെയാണ് ജനം, അത് വരും, വന്നതുപോലെ ഒഴിഞ്ഞും പോകും. അതൊരു നല്ല നിരീക്ഷണമായിരുന്നു. വ്യക്തമായ ഒരു ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ഒരു മൊഴിയായിരുന്നു അത്. എന്തിനെന്നറിയില്ല, ആളുകൾ ഇങ്ങനെ വരുന്നു, നിശ്ചിതമായ ചില ക്രിയകളൊക്കെ ചെയ്യുന്നു, ആ കൃത്യം നിർവഹിച്ച് ആ തൃപ്തിയിൽ അവരങ്ങ് മടങ്ങുന്നു. ഇതാ ഒരു വേള അവിടുന്ന് ഇതുപോലെ ആ നദിക്കരയിൽ ആ മാവിൻ ചുവട്ടിൽ നിശ്ചേഷ്ടനായി നിശ്ചലനായിരിക്കുകയാണ്. അവിടുന്ന് പൂർണ്ണ ധ്യാനാവസ്ഥയിലാണ്. അവിടുത്തെ സന്ദർശിക്കുവാൻ പലരും എത്തിക്കൊണ്ടിരിക്കും. ആ സമയം എത്തിയവരെല്ലാം ഗുരുവിൻ്റെ ആ നിലയാണ് കാണുന്നത്. അത് കാണുന്നത് തന്നെ ഒരു ആനന്ദം. അവരും ആ പരിപൂർണ നിശബ്ദതയിൽ അതിനൊരു ഭംഗമുണ്ടാക്കാതെ, ഗുരുവിൻ്റെ ധ്യാനത്തിനൊരു ഭംഗമുണ്ടാക്കാതെ അവര് നിർനിമേഷരായി അവിടെ നിലകൊള്ളുന്നു. പ്രകൃതി പോലും ഗുരുവിൻ്റെ ആ ധ്യാനാവസ്ഥയെ ഏറ്റുവാങ്ങിയോ എന്ന് തോന്നിപ്പിക്കുമാർ ഇതാ ആശ്രമ തെരുക്കൾ,
അവിടെയെല്ലാം നിശ്ചലം. കാറ്റടിക്കുന്നില്ല, ഒരു ശിഖരം പോലും ഇളകുന്നില്ല. ഇതാ ഒരു വേള ഗുരു കണ്ണു തുറക്കുന്നു. തന്നെ കാണാനെത്തിയ ആ ഭക്തസഞ്ചയത്തിന്റെ ആ സാന്നിധ്യം ഗുരു മനസ്സിലാക്കുന്നു. അവർക്കെല്ലാം മുമ്പിലായി നിന്ന ഒരു ശിഷ്യനോട് ഗുരു മൊഴിയുകയാണ്. ആലുവ പുഴയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവിടുന്ന് മൊഴിയുന്നത്. എത്ര നിർമ്മലമായിരിക്കുന്നു ഈ പുഴ, എത്ര നിർമ്മലമായിരിക്കുന്നു ഈ പുഴ. എല്ലാവരും അപ്പോഴാണ് പുഴയെ ശ്രദ്ധിക്കുന്നത്. അസാധാരണമായ ഒരു കാഴ്ച. ഒരു നീണ്ട സ്ഫടികം പോലെ കാണപ്പെടുകയാണ് ഓളമില്ലാത്ത പുഴ. അതിങ്ങനെ നിശ്ചലമായി തണുത്ത ഒരു അല്പം മഞ്ഞിന്റെ ഒരു ചെറിയൊരു മറയുണ്ട് ദൂരോട്ട് പോകും തോറും. ദൈവമേ, ഈ പുഴയിലേക്ക് ചൂണ്ടിയാണ് ഗുരു പറയുന്നത്, എത്ര നിർമ്മലമായിരിക്കുന്നു ഈ പുഴ. എന്നിട്ട് അവിടുന്ന് ആത്മഗതം പോലെ മൊഴിയുന്നു, നമ്മുടെ ജീവിതവും ഇതുപോലെ തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതവും ഇതുപോലെ തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ ചെയ്താലാണോ അവ തെളിയുക? ചിന്തിക്കാനേറെയുണ്ട് ഈ വാക്കുകളിൽ. ഇതുപോലെ നിർമ്മലമാകണം നമ്മുടെ ജീവിതം. പക്ഷേ നമ്മുടെ ജീവിതം കലങ്ങി മറിയുന്ന അവസ്ഥയിലാണ്. ഓളവും ചുഴിയും കലക്കലുമെല്ലാം ഉണ്ട്. ഇതുപോലെ മനുഷ്യജീവിതം തെളിഞ്ഞു വരണമെങ്കിൽ, നിർമ്മലമാകണമെങ്കിൽ എന്തൊക്കെ ചെയ്താലാണോ എന്ന് പറഞ്ഞാൽ അതിന് മാർഗമില്ലാഞ്ഞില്ല. അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോക്കൂ, അദ്വൈതാശ്രമം കേന്ദ്രീകരിച്ച് അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കർമ്മങ്ങൾ അത്രയും മനുഷ്യ ജീവിതത്തെ ഇതുപോലെ നിർമ്മലമാക്കുന്നതിന്, തെളിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ ലക്ഷ്യത്തിന്റെ വ്യക്തമായ അടയാളങ്ങളാണ് ശ്രീനാരായണ മിഷന്റെ, അതിൻ്റെ ലക്ഷ്യങ്ങളായി കാണിച്ചിരിക്കുന്നത്. അവിടുന്ന് പ്രവൃത്തി തുടങ്ങുകയാണ്. ആ ശിവരാത്രിക്ക് അവിടെ കൂടിയ മഹായോഗത്തിൽ പല തീരുമാനങ്ങളും എടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഒരു സംസ്കൃത പാഠശാല സ്ഥാപിക്കുക എന്നുള്ളത്. പിന്നെ അതിനു വേണ്ടിയുള്ള ദീർഘ സഞ്ചാരമായിരുന്നു. അല്പം പോലും വിശ്രമമില്ലാത്ത നിരന്തരമായ സഞ്ചാരം. പ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനം നടക്കണമെങ്കിൽ ഇനി 10 കൊല്ലങ്ങൾ കൂടി കഴിയണം. ഏതാണ്ട് 1912 അതിന് തുടക്കമിട്ട് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് 1913 അദ്വൈതാശ്രമം എന്ന ആ സങ്കല്പം ഉണ്ടാകുന്നത്.
1913 ശിവരാത്രി നാളിലാണ് അദ്വൈതാശ്രമം എന്ന ആ നാമം ഗുരുവിൽ നിന്ന് ഉതിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഒന്നോർത്തു നോക്കൂ. അവിടുത്തെ ആ കർമ്മ പദ്ധതികളിൽ, അവിടുന്ന് വിഭാവനം ചെയ്ത പ്രവർത്തന പദ്ധതികളിൽ ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. എല്ലാം തന്നെ വരുന്നുണ്ട്. വിദ്യാഭ്യാസം, ശുചിത്വം തുടങ്ങി ശാസ്ത്ര സാങ്കേതിക പരിശീലനം വരെ. കേവലം ഒരു സംസ്കൃത പാഠശാല മാത്രം നടത്തി കൊണ്ടുപോവുക എന്നത് മാത്രമായിരുന്നില്ല ഉദ്ദേശം. അവിടെയും ഒത്തുപ്രവർത്തിക്കാൻ ആളില്ലല്ലോ എന്ന ഒരവസ്ഥ. ഗുരു എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ഇതെല്ലാം വിഭാവനം ചെയ്യുന്നത്. അതിനോടൊപ്പം ചിന്തിക്കുവാനും അതിനൊത്ത് പ്രവർത്തിക്കുവാനും എല്ലാവർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഏറെക്കുറെ ഈ കാലമായപ്പോഴേക്കും ഗുരുവിന്റെ പ്രശസ്തി ഈ മലയാളക്കരയും വിട്ട് തമിഴകത്തിലുമൊക്കെ ഏറെ വ്യാപിച്ചിരുന്നു. സ്വാമി തിരുനാളും മറ്റും ഏതാണ്ടൊരു ദേശീയോത്സവം പോലെ തന്നെ വളരെ പൊലിമയോടെ തന്നെ സംഘടിപ്പിച്ചു തുടങ്ങിയിരുന്നു. SNDP യോഗത്തിന് ശാഖകളൊന്നുമില്ല. എന്നാൽ പ്രാദേശിക സമാജങ്ങൾ പലയിടത്തും പല പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ഗുരുവുമായും കുമാരനാശാനുമായും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം കേന്ദ്രസ്ഥാനത്തെടുക്കുന്ന പല തീരുമാനങ്ങളോ നടപ്പാക്കുന്നതിനോ അവിടെ ആവിഷ്കരിക്കുന്ന പല പല പദ്ധതികൾക്കും വേണ്ടുന്ന സഹായം ചെയ്യുന്നതിനോ ഈ പ്രാദേശിക സമാജങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ കാരണം അന്നത്തെ അവസ്ഥയിൽ കൊടിയ ദാരിദ്ര്യത്തിന്റെ കാലം ഒക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ക്ഷാമത്തിന്റെ കാലം വരുന്നുണ്ട്. തന്നെയല്ല, ഒരു യുദ്ധത്തിന്റെ കെടുതിക്കാലവും കൂടിയാണ്. അധികം വയ്യാതെയാണല്ലോ നമ്മുടെ ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം അവിടെയാണെങ്കിലും അതിൻ്റെ കെടുതികൾ, അതിൻ്റെ പ്രത്യാഘാതമായി പല ദുരിതങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാലത്ത് ഇതിനൊന്നും കഴിയുമായിരുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട്. അതേസമയം കുമാരനാശാനെ പോലെയുള്ളവർ സങ്കടപ്പെട്ടിരുന്നത് ഇതുപോലുള്ള അവസ്ഥയിലും ആർഭാടങ്ങൾ ഒഴിവാക്കുന്നതിന് സമുദായങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ്. വ്യക്തിപരമായ പല അടിയന്തരങ്ങളും ഗുരുവിനാൽ നിരോധിക്കപ്പെട്ടിരുന്നു. പുടവകൊട, പുളികുടി ഇതുപോലുള്ള ദുരാചാരങ്ങളൊക്കെ കുറേയേറെ നിരോധിച്ചിരുന്നു. എന്നിരുന്നാലും പുതിയ പുതിയ ക്ഷേത്രങ്ങളൊക്കെ ഉയരുന്നു. ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ചെറിയ തോതിലാണെങ്കിലും ഭജനമഠങ്ങളോ അതുപോലുള്ള കുടുംബാധിഷ്ഠിതമായ ചില സംവിധാനങ്ങളും ഒക്കെ കാണും. ഏതാണ്ട് ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടങ്ങളിലെല്ലാം ആർഭാടമായ ആഘോഷങ്ങൾ, അത് സ്വാമി തിരുനാൾ ആഘോഷങ്ങൾ വരെ വലിയ ആർഭാടകരമായി പോകുന്നുണ്ട്.
അതിൻ്റെ ഫലം എന്തായിരുന്നു? പലപ്പോഴും ഇതുപോലെ പൊതുഗുണത്തിന് വേണ്ടി ഗുരുദേവന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശം പൊതു പ്രയോജനം, എല്ലാവർക്കും പ്രയോജനകരമാകുമാറ് എന്തെല്ലാം അവിടുന്ന് ആവിഷ്കരിച്ചിരുന്നു. അതിലേക്കൊന്നും പ്രവേശിക്കുവാൻ തന്നെ കഴിഞ്ഞില്ല. അവിടുത്തെ ആഹ്വാനത്തെ ഉൾക്കൊള്ളുവാൻ അത്ര ഹൃദയവിശാലത സമുദായത്തിന് അന്നുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അതൊക്കെ ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ എന്നല്ല സമുദായത്തിൻ്റെ അവസ്ഥ ഇതാകുമായിരുന്നില്ല. ഏതെല്ലാം തരത്തിൽ എത്രയോ തവണ തൃപ്പാദങ്ങളുടെ ഈ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ അതിൻ്റെതായ ഫലം ഉണ്ടാകാതെ വന്നില്ല. പക്ഷേ അത് പ്രതീക്ഷിക്കുന്നത് പോലെ ആയിത്തീർന്നില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, ആലുവ സർവമത സമ്മേളനം കൊണ്ടാണ് അതിന് പ്രസക്തി എന്ന് നമുക്കറിയാം. അതിൽ മാത്രമല്ല നമ്മുടെ ശ്രദ്ധ നിൽക്കേണ്ടത്. ഒരാശ്രമം എന്നാൽ എന്തായിരിക്കണം, ഒരാശ്രമചരി എങ്ങനെയായിരിക്കണം എന്നതിലുപരി ഒരു മാതൃകാ ജീവിതം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി കൂടി പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയുമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഗുരു സന്നിധാനം ചെയ്യുന്നിടത്ത് പ്രഗത്ഭരായി എത്രയോ ശിഷ്യ സത്തമന്മാർ അനുചരന്മാരായി അനുയായികളായി അവിടെ കൂടുകയുണ്ടായി. അവിടുത്തെ പാണ്ഡിത്യം മാത്രമല്ല, അവിടുത്തെ ആധ്യാത്മിക പ്രഭാവവും കൂടി മനസ്സിലാക്കി സവർണാവർണ ഭേദമന്യേ എത്രയോ പണ്ഡിതന്മാരും എത്രയോ സാധാരണക്കാരും അവിടുത്തെ സമീപിച്ചു കൊണ്ടിരുന്നു. അധികാര കേന്ദ്രങ്ങളിൽ നിന്നുവരെ അതിൻ്റെതായ ശ്രദ്ധ ആലുവായ്ക്ക് ഉണ്ടായി എന്നതാണ് അത്ര പ്രസിദ്ധമായി തീർന്ന സ്ഥലം. പ്രിയമുള്ളവരെ, മലവെള്ളം പോലെ വരും, വന്നതുപോലെ പോകും എന്ന് ഗുരു അരുളിയത് ഒരു നിമിഷം കൂടി സ്മരിക്കുക. അദ്വൈതാശ്രമം ശിവഗിരി പാഠശാല, സംസ്കൃത പാഠശാലയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1920 ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരപ്പെടുത്തുന്നത്. പ്രസിദ്ധമായ മദ്യവർജന സന്ദേശവും അക്കാലത്താണ് വരുന്നത്. ആ കാലത്തുണ്ടായ ഒരു സാമൂഹിക പരിതസ്ഥിതി മതം മാറുന്നതിനും മതം മാറ്റുന്നതിനും ഏറെ വ്യഗ്രപ്പെട്ട് നടക്കുന്ന സമൂഹങ്ങളുണ്ടായിരുന്നു. ഈഴവ സമുദായമാണെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഒരു സമ്മർദ്ദമെന്നോണം, ഒരു സമ്മർദ്ദതന്ത്രമെന്നോണം മതം മാറ്റ ബഹളങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SNDP യോഗത്തിന്റെ ഒരു വാർഷികത്തിൽ ഒരു പ്രമേയം തന്നെ ഈഴവ സമുദായം ഒന്നടങ്കം ക്രിസ്തുമതം സ്വീകരിക്കണമെന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. അതങ്ങനെ മാറാനായിരുന്നില്ല, ഇതൊരു സമ്മർദ്ദം മാത്രമായിരുന്നു. എന്ന് മാത്രമല്ല, പലരെയും പാതിരിമാരും മറ്റ് മതസ്ഥരുമൊക്കെ പ്രലോഭിപ്പിക്കും സമുദായത്തെ ഒന്നടങ്കം. അപ്പം മതം മാറുന്നതിന് അങ്ങനെ ഒരു ചിന്താഗതി ഈ സമുദായത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി സ്വാമി തൃപ്പാദങ്ങളുടെ അടുത്തുപോലും സ്വാമി തൃപ്പാദങ്ങളെയും മതം മാറ്റുവാൻ
ശ്രമിക്കാതിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കാലത്ത് നടന്നിരുന്നത് മതപ്രചരണമല്ല. എല്ലാ മതങ്ങളിലും ഉണ്ട് നല്ല നല്ല തത്വങ്ങൾ, ഗുരു തന്നെ അത് അരുളിയിട്ടുണ്ട്. ഓരോ മതക്കാരും അവരവരുടെ തത്വങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അതല്ല അവിടെ സംഭവിക്കുന്നത്. മതപരിവർത്തനത്തിന്റെ ഭാഗമായി അന്യമതങ്ങളെ ദേഷിക്കുക, അതിനെ ദുഷിച്ചു പറയുക, ഇങ്ങനെയൊരു പ്രവണത, വല്ലാത്തൊരു പ്രവണത. ആലുവ ശിവരാത്രി കാലമാകുമ്പോഴേക്കും പല പല സുവിശേഷകരും വന്നുകൂടും. അവരോരോ കവലകളിലും അതിൻ്റെതായ സ്ഥാനങ്ങളിലുമൊക്കെ വീഞ്ഞപ്പെട്ടിട്ട് അതിൽ കയറി നിന്നുകൊണ്ട് ഹിന്ദുമതത്തെ ദുഷിച്ച് സംസാരിക്കും. ഇതിങ്ങനെ തുറന്നപ്പോൾ ഹിന്ദുമതാഭിമാനികൾ അതിനെ പ്രതിരോധിക്കുവാൻ ഇറങ്ങുകയാണ്. അവരും ഈ മാർഗം തന്നെ സ്വീകരിക്കുന്നു. അവർ ക്രിസ്തുമതത്തെ ദുഷിച്ചുകൊണ്ട് ഇതുപോലെ മുക്കലകളിൽ വീഞ്ഞപ്പെട്ടിയിൽ കയറി നിന്ന് അവരും പ്രസംഗിക്കുന്നു. നോക്കൂ, മതാഭിമാനികൾ പോലും സ്വന്തം മതത്തിന്റെ തത്വങ്ങൾ വിസ്മരിക്കുന്നു. എന്നിട്ട് അന്യമതങ്ങളുടെ ന്യൂനതകളെ നാട്ടിലാകെ നടക്കുന്നത് മതാചരണമല്ല, മതവിദ്വേഷമാണ്. അതിൻ്റെ വിഷധൂമങ്ങളാണ് എവിടെയും പരക്കുന്നത്. ഇങ്ങനെയൊരു സന്ദർഭം വന്നപ്പോൾ ഗുരുദേവൻ സർവമത സമ്മേളനത്തിന് അവിടെ നോക്കൂ, വാദിക്കുക ജയിക്കുക എന്നത് മാത്രമായിരുന്നു എല്ലാ മതക്കാരുടെയും രീതി. അതുതന്നെ അവിടുത്തെ മുദ്രാവാക്യമായി മാറുന്നു. ഇവിടെ തിരിച്ച് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. പച്ച മലയാളമാണ്. ഇതിനെത്രത്തോളം വിശാലമായ അർത്ഥമുണ്ട് എന്നതുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇവിടെയാണ് ഗുരു ഒരു നല്ല പ്രവണത തുടങ്ങി വെക്കുന്നത്. ആലുവായിരുന്നു അതിൻ്റെ വേദി, അദ്വൈതാശ്രമമായിരുന്നു അതിൻ്റെ വേദി. അതിൻ്റെ ശതാബ്ദിയൊക്കെ കടന്നുപോയി നമ്മൾ അതിൻ്റെ നാനാ വശങ്ങളിലൂടെയുള്ള വീക്ഷണങ്ങളും അവതരണങ്ങളും കാണുകയുണ്ടായി. അതേപ്പറ്റിയല്ല ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മതം അത് മനസ്സിന്റെ കാര്യമാണ്. അത് മനുഷ്യനെ നന്നാകാനുള്ള ഏകമാർഗമാണ്. ഈ ലക്ഷ്യം മറന്നിട്ട് അന്യമതങ്ങളെ ദുഷിക്കുക എന്നത് ഒരു വ്രതമായി മാറിയ പരിതസ്ഥിതിയിലാണ് എല്ലാ മതക്കാരെയും ഒന്നിച്ചുകൂട്ടി സർവമത സമ്മേളനം നടത്തുക. ഇതാ ഒന്നിച്ചിരിക്കുന്നു, സഹവർത്തിക്കുന്നു. അതിലൂടെ പരസ്പര വൈരമെല്ലാം അലിഞ്ഞി. വിശേഷിച്ചിത്തരം വിശുദ്ധ സന്ദർഭങ്ങളിൽ മതത്തിൻ്റെ ആ നന്മ മാത്രമേ എല്ലാവരിലും ഉണർന്നു നിൽക്കൂ, എല്ലാവരുടെയും നാവുകളിൽ കൂടി പ്രവഹിക്കൂ. ഇതാ നമ്മളുടെ മതനിഷ്ഠകളിൽ പോലും അന്യമതക്കാരെ കൂടി വിളിച്ചു വരുത്തുമ്പോൾ ഒരു മെച്ചവും കൂടിയുണ്ട്. ഇവിടേക്ക് അവർ വരുന്നത് ഇതാ നമ്മുടെ മതത്തെ കൂടി അല്പമൊന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും. ഇനി നാം അങ്ങോട്ടാണ് ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ അവരെക്കുറിച്ച് അല്പമെങ്കിലും ഒന്നറിഞ്ഞ് മാത്രമേ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കൂ. നോക്കൂ, സമബുദ്ധിയോടെ എല്ലാ മതങ്ങളും പഠിക്കുക. അതിലൂടെ മതവൈര്യം ഇല്ലാതാവുക. ഇവിടെ നോക്കൂ,
അതുപോലെ കലുഷമായ, ഗുരു മുമ്പ് ചൂണ്ടിക്കാണിച്ചല്ലോ, കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ്. എന്തൊക്കെ ചെയ്താലാണോ അതൊന്ന് തെളിഞ്ഞു വരിക? എന്തെല്ലാം കലക്കം മറിച്ചിലുണ്ടായിരുന്നു. മലബാറിലാണെങ്കിൽ കൊടിയ ലഹള, അതും മതത്തിന്റെ പേരിൽ. ഇവിടെയൊന്നും ലഹളയില്ല എങ്കിലും അതിനോട് കടപിടിക്കുന്ന രീതിയിൽ മത ദ്വേഷം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അരുളിക്കൊണ്ട് കർമ്മ രംഗത്തിറങ്ങിയ ഗുരു. അവിടുത്തെ ആത്യന്തിക ലക്ഷ്യം എന്തായിരുന്നു? സോദരത്തിന് വാഴുന്ന ഒരു മാതൃകാ ലോകം. ഇപ്പൊ ശിവരാത്രി നമുക്ക് ഉണർവിന്റെ, ഇവിടെ നമ്മുടെ ആചാര്യന്മാർ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നവോത്ഥാനത്തിന്റെ സുദിനമെന്നാണ്. നാമും പല പല സങ്കല്പങ്ങളിൽ, പല പല മുൻവിധികളിൽ, പല പല അജ്ഞതകൾ പോലുള്ള ദോഷങ്ങളിൽ ഒക്കെ അടിപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നാം ഉണരണം. ഇപ്പൊ ഗുരുവിന്റെ മാർഗം എന്തായിരുന്നു? സ്വയം തെളിയുക, സ്വയം തെളിയുക. അത് മറ്റുള്ളവർക്ക് തെളിച്ചമായി മാറുക തന്നെ ചെയ്യും. ഇതുപോലെ തെളിയേണ്ടവരാണ് നാം. ആ ആലുവാപ്പുഴ പ്രശാന്തമായി, സ്വച്ഛമായി, നിർമ്മലമായി എങ്ങനെ ആ നിമിഷം കടന്നു, അതുപോലെ തെളിഞ്ഞു വരേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതങ്ങൾ. അതിന് സാധ്യമാകുമാറ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. ഇങ്ങനെയുള്ള സുദിനങ്ങൾ കേവലം ആചാരപ്രധാനമായി മാത്രം ചുരുങ്ങാതെ ഇതുപോലുള്ള നവോത്ഥാന സന്ദേശങ്ങളെ, അതിൻ്റെ വെളിച്ചങ്ങളെ ആർജിക്കുവാനും നമുക്കെല്ലാവർക്കും തയ്യാറെടുക്കാം. പുണ്യകേന്ദ്രങ്ങളിലേക്ക്, വിശേഷിച്ചു അരുവിപ്പുറം, ആലുവ അദ്വൈതാശ്രമം, ശിവഗിരി തുടങ്ങിയ പുണ്യസങ്കേതങ്ങളിലേക്ക് പുതുവെളിച്ചം തേടിക്കൊണ്ട് ധാരാളം ആളുകൾ വന്നണയട്ടെ. പുതുവെളിച്ചം നേടിക്കൊണ്ട് എല്ലാവർക്കും മടങ്ങുവാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.